Hello everyone, welcome to EE2 class. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററാണ്, സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സിവറേജ് സിസ്റ്റംസ് ഓഫ് സിവറേജ് എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ചാപ്റ്റർ 2.2 സിവറേജ് ആൻഡ് സിസ്റ്റംസ് ഓഫ് സിവറേജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം, നമുക്ക് സീവേജ് എന്താ നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളിതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം സീവേജ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് വാട്ടർ ഓർ ലിക്വിഡ് വേസ്റ്റ് ഫ്രം എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന അവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ വാട്ടർ സപ്ലൈ ഒക്കെ വരുന്ന അവർക്ക് വെള്ളം കൊടുത്തിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ആ വാട്ടറിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ലിക്വിഡ് വേസ്റ്റുകളും അല്ലേ, അതിനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ടാവും നോക്കൂ. ഹ്യൂമൻ ആൻഡ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ സ്ട്രീറ്റ് വാഷിങ്സ്, അതായത് സ്ട്രീറ്റിലൂടെയൊക്കെ മഴവെള്ളം ഉണ്ടാവുന്ന ആ റൺ ഓഫ് വാട്ടർ, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടാവും, ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും, സ്റ്റോം വാട്ടർ ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയും, സീവേജ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു സീവേജിൻ്റെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് കൺസർവൻസി സിസ്റ്റം ഉണ്ട്, പിന്നെ വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റമാണ് ഇതിന് ടൈപ്പ് ഓഫ് വേസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് സിസ്റ്റങ്ങൾ. അതായത് കൺസർവൻസി സിസ്റ്റം എന്ന് പറയുമ്പോൾ വേസ്റ്റ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് റിമൂവ്ഡ് പീരിയോഡിക്കലി. ഇപ്പോൾ ഡിഫറെൻറ്റ് വേസ്റ്റ് എന്തെങ്കിലും സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തിട്ട് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്യുക. പിന്നെ വാട്ടർ ക്യാരിയേജ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതാണ് വെള്ളത്തിൻ്റെ ഒരു വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ. അതിപ്പം സ്റ്റോം വാട്ടറൊക്കെ ഉൾപ്പെടുത്തിയിട്ടാകുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലോ കൂടുതൽ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു സീവേജും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഈ വെള്ളത്തിൻ്റെ കൂടെ ഫ്ലോ ചെയ്ത് പോകും അല്ലേ. കൺസർവൻസി സിസ്റ്റം എന്ന് പറയുമ്പം നമ്മളുടെ നൈറ്റ് സോയിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഓരോ ഇതിലൂടെ ഡിഫറെൻറ്റ് വെസൽസിലൂടെ കളക്ട് ചെയ്ത് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലോയിങ്ങും കാര്യങ്ങളും കണ്ടിന്യൂസ് ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പീരിയോഡിക്കലി അത് റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും വേണം. ഓക്കെ, വാട്ടർ ക്യാരിയേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് തന്നെ പോയിക്കോളും, ബിക്കോസ് അവിടെ എന്തുണ്ട്, വാട്ടറിൻ്റെ ഒരു പ്രസൻസും കൂടി ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ സിവറേജ് അല്ലേ. സിവറേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് സിവറേജ്. അതായത് എൻറ്റയർ സയൻസ് ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിയിങ് സീവേജ് ബൈ വാട്ടർ ക്യാരിയേജ് സിസ്റ്റം ത്രൂ സീവേഴ്സിലൂടെ നമ്മളുടെ ഈ വേസ്റ്റ് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തത് ആ ഒരു സ്പോട്ടിൽ നിന്നും ഈ കംപ്ലീറ്റ് വേസ്റ്റ് വാട്ടർ ലിക്വിഡ് വേസ്റ്റിനൊക്കെ കളക്ട് ചെയ്യുന്നു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വാട്ടർ ക്യാരിയേജ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഡിസ്പോസൽ വരെയുള്ള ആ ഒരു മൊത്തം എൻറ്റയർ ഏരിയനെ നമ്മൾ എന്ത് പറയും, ആ ഒരു മൊത്തം സിസ്റ്റത്തിന് നമ്മൾ സിവറേജ് എന്ന് പറയും. ഓക്കെ, ഇനി സിസ്റ്റംസ് ഓഫ് സിവറേജ് എന്ന് പറഞ്ഞാൽ 3 സിസ്റ്റംസ് ആണുള്ളത്. സെപ്പറേറ്റ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, നമ്മൾ എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓരോന്നും നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് സിസ്റ്റം. സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ വൺ സെറ്റ് ഓഫ് സീവേഴ്സ്. ഒരു സെറ്റ് സീവേഴ്സിൽ എന്തുണ്ടാവും, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പോകും. അതേസമയം മറ്റൊരു സെറ്റിലാണ് എന്ത് വരുന്നത്, സ്റ്റോം ആൻഡ് സർഫസ് വാട്ടർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീടുകളിൽ നിന്നും നമ്മളുടെ ബിൽഡിങ്ങുകളിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് സീവേഴ്സിലൂടെ കളക്ട് ചെയ്ത് പോകുന്നു. അതേസമയത്ത് ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന സ്റ്റോം വാട്ടർ, ഡ്രെയിനേജ് വഴിയുള്ള വേസ്റ്റ് വാട്ടറുകളൊക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരു സെറ്റ് ഓഫ് സീവേഴ്സിലൂടെയാണ് കളക്ട് ചെയ്ത് പോകുന്നത്. ഇനി ഈ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് നേരെ എന്താ ചെയ്യുന്നത്, സ്യൂവറിലൂടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അതേസമയം സ്റ്റോം ആൻഡ് സർഫസ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക, നേരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു നാച്ചുറൽ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സ്ട്രീംസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ്. കാരണം എന്താണ്, അത് റൺ ഓഫ് വാട്ടറാണ് അല്ലേ, സർഫസ് വാട്ടർ റൂഫിൽ നിന്നും ഒക്കെ വരുന്ന നമ്മളുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ്. ഓക്കെ, അപ്പം അതിലെന്താണ് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങളൊന്നും നമുക്ക് നേരെ എന്ത് ചെയ്യാം, സ്ട്രീമിലേക്കൊക്കെ ഡയറക്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് സെപ്പറേറ്റ് സിസ്റ്റത്തിലുള്ളത്. ഇതൊരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് നോക്കൂ. ഒരു ബിൽഡിംഗ് ആണ്, ബിൽഡിങ്ങിൽ 2 ടൈപ്പ് വേസ്റ്റ് ഉണ്ട് അല്ലേ. അത് റൂഫിൽ നിന്നൊക്കെ വരുന്ന റൺ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അതല്ലാതെ അതിൻ്റെ ടോയ്ലറ്റുകളിൽ നിന്നും കിച്ചണിൽ നിന്നൊക്കെ വരുന്ന മറ്റ് വേസ്റ്റ് വാട്ടറാണ് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. അത് രണ്ടും എന്താ ചെയ്യുന്നത്, രണ്ടും 2 സീവറിലൂടെ കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം ഇതാണ് സെപ്പറേറ്റ് സിസ്റ്റം.
ഇനി സെപ്പറേറ്റ് സിസ്റ്റത്തിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. അഡ്വാൻറ്റേജസിൽ എന്തൊക്കെയാണ് നോക്കൂ. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഈസ് ലോ അല്ലേ. കാരണം എന്താണ് നോക്കൂ, സീവേജ് ഓഫ് സ്മോളർ സൈസാണ്. കാരണം സെപ്പറേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ വേസ്റ്റ് സീവേജ് മാത്രം ഒന്നിലൂടെയും സ്റ്റോം വാട്ടറും കാര്യങ്ങളും മാത്രം വേറെ ഒന്നിലും കൂടി ആയതുകൊണ്ട് രണ്ടിലുള്ള എമൗണ്ട് കുറവായിരിക്കും. ഒന്നിച്ച് പോകുന്നതിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും രണ്ടിലുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്മോളർ സൈസുള്ള സ്വീവർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിന് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷനും ഒക്കെ ലോ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സീവേജ് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് പോകുന്നത് അല്ലേ. സ്റ്റോം വാട്ടറൊക്കെ ഡയറക്റ്റ് വാട്ടർ ബോഡീസിലൂടേക്കും പോകും. അത് കാരണം എന്തുണ്ടെന്ന് അറിയാം, ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സിലേക്ക് വരുന്ന ലോഡ് ലോവർ ചെയ്യും അല്ലേ. കാരണം സ്റ്റോം വാട്ടർ ഒന്നും അതിൽ വരുന്നില്ല. ആകെ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് കയറി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ യൂണിഫോം ക്യാരക്ടറായിരിക്കും ഓരോ സീവറിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഓരോ സീവറും ക്യാരി ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ ക്യാരക്ടർ യൂണിഫോം ആയിരിക്കും അല്ലേ. കാരണം സീവേജ് കളക്ട് ചെയ്യുന്ന സീവറിൽ സീവേജിൻ്റെ സെയിം ക്യാരക്ടേഴ്സ് ആയിരിക്കും കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക. സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യുന്ന സീവറിൽ സ്റ്റോം വാട്ടറിൻ്റെ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ആവുന്നതുകൊണ്ടുള്ളൊരു ഉപകാരമാണത്. ദെൻ സ്മോളർ സെക്ഷൻസ് വെന്റിലേറ്റ് ഈസി. സ്മോളർ സെക്ഷൻ ആകുമ്പോൾ നമുക്കതിന് വെന്റിലേഷനും കാര്യങ്ങളും കൊടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ഫ്ലോ ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കൂ. ഡിഫിക്കൽട്ട് ടു ക്ലീൻ. കാരണം സ്മോളർ സെക്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിലേക്കുള്ളൊരു ആക്സിഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ക്ലീനിങ് ഒക്കെ ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ ലൈക്ലി ടു ബി ചോക്ക്ഡ്. അതിവിടെ ചോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ നമുക്കറിയാം, സീവേജ് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല അധികം വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോം വാട്ടറിൻ്റെ ഒന്നും ഇല്ലാതെ സീവേജ് മാത്രം വരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ചോക്കിങ്, അതായത് ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് സെപ്പറേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനായിട്ട്. കമ്പൈൻഡ് സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്, സീവേജും സ്റ്റോം വാട്ടറും ഒരൊറ്റ സെറ്റ് സ്വീവറിലൂടെ കളക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിഗറിലേക്ക് നോക്കൂ, രണ്ട് ടൈപ്പ്, ബ്ലൂ കളറിൽ വരുന്ന വേസ്റ്റ് വാട്ടറും ഉണ്ട്, റെഡ് കളറിൽ വരുന്ന വാട്ടറുണ്ട്, വേസ്റ്റ് വാട്ടറുണ്ട് അല്ലേ. ഒന്ന് സീവേജാണ്, ഒന്ന് സ്റ്റോം വാട്ടറാണ്. അത് രണ്ടും കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒറ്റ ഒരു സീവറിലോട്ടേക്ക് കണക്ട് ചെയ്ത് പോയി അല്ലേ. എന്നിട്ട് അതെല്ലാം കൂടെ ഒരൊറ്റ സെറ്റ് ഓഫ് സീവറിലൂടെയാണ് ക്യാരി ചെയ്തു പോകുന്നത്. അതാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ക്യാരിഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ബിഫോർ ഫൈനൽ ഡിസ്പോസൽ. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, കമ്പൈൻ സിസ്റ്റം ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, സ്റ്റോം വാട്ടറും ഉണ്ടാവും, സീവേജും ഉണ്ടാവും അല്ലേ. ഡൊമസ്റ്റിക് വേസ്റ്റുകളെല്ലാം അതിലുണ്ടാവും. എല്ലാം കൂടെ ഒരൊറ്റ സീവറിൻ്റെ സിസ്റ്റത്തിലൂടെ ഈ സെറ്റ് ഓഫ് സീവറിലൂടെ കടന്നു പോവുകയാണ്. സോ എന്തായിരുന്നു, നമുക്കിത് ഡയറക്റ്റ് ഒരു സ്ട്രീമിലേക്കോ നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്കോ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അതിൽ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിലുണ്ട് അല്ലേ. സീവേജും കാര്യങ്ങളും ഉള്ളത് കൊണ്ട്, അതിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഡയറക്റ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് ആദ്യം പോകണം. ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ഫൈനൽ ഡിസ്പോസൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അഡ്വാൻറ്റേജസിൽ പറയുകയാണെങ്കിൽ റിക്വയർസ് ഓൺലി വൺ സെറ്റ് ഓഫ് സീവർ അല്ലേ. ഒരൊറ്റ സെറ്റ് സീവർ മതി. നേരത്തെ ഫിഗറിൽ നമുക്കറിയാം രണ്ട് സെറ്റ് സീവർ ഒരേപോലെ പാരലായിട്ട് കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരൊറ്റ സെറ്റ് സീവർ മാത്രം മതി. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും റെഡ്യൂസ് ചെയ്യും. ആ ഒരു സെറ്റ് ഓഫ് സീവർ മാത്രം മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്താൽ മതിയില്ല. അപ്പം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്വീവേജിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ഡ്യൂ ടു ഡൈലൂഷൻ. കാരണം എന്താണെന്നറിയോ, സ്വീവേജ് വരുന്നുണ്ട്, സ്വീവേജിൻ്റെ കൂടെ ഈ സ്റ്റോം വാട്ടറും കൂടെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റോം വാട്ടറിൽ കിടന്നിട്ട് ഈ സ്വീവേജ് എന്ത് ചെയ്യുന്നു, ഡൈലൂട്ട്. സോ അങ്ങനെ ഡൈലൂഷൻ വരുന്നത് കൊണ്ട് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജർ സൈസ് ആയിരിക്കും അല്ലേ. കാരണം സ്റ്റോം വാട്ടറിനെയും സീവേജിനെയും എല്ലാം ഇതിലൂടെ അഡ്മിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഇതിൻ്റെ സൈസ് വിൽ ബി ലാർജർ. അപ്പം അവിടെ ചാൻസസ് ഓഫ് ചോക്കിങ് എന്താണ്, വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ക്ലീനിങ് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എല്ലാം കമ്പൈൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറും അല്ലേ. ആ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർകം ചെയ്യുന്നതായിരിക്കും കമ്പൈൻ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസിലേക്ക് ഫൗൾ സ്മെൽ റെഡ്യൂസ് ചെയ്യും. കാരണം എന്താണ്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ എമൗണ്ടും കൂടുതൽ വരുന്നത് കൊണ്ട് അവിടുത്തെ ഫൗൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസൊക്കെ നോക്കൂ. സെപ്പറേറ്റിൽ പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജാണ് ഇവിടെ വരുമ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയി മാറുക. കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മോറാണ്. കാരണം ലാർജർ ആയിട്ടുള്ള സെറ്റ് ഓഫ് സീവറൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൂടുതലാണ്. അതുപോലെ തന്നെ ലാർജ് സീവർ ആകുമ്പോൾ അതിൻ്റെ ഹാൻഡ്ലിങ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ മറ്റേതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ലോഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻക്രീസസ് അല്ലേ. കാരണം സ്റ്റോം വാട്ടർ ഒന്നും ആക്ച്വലി നമുക്ക് ഡിസ്പോസൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഒരുമിച്ചായതുകൊണ്ട് സീവേജും സ്റ്റോം വാട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എത്തുകയാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വരുന്ന ലോഡ് എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും.
ദെൻ അൺഎക്കണോമിക്കൽ വെൻ പമ്പിങ് ഈസ് റിക്വയർഡ് ഫോർ ലിഫ്റ്റിംഗ് സീവേജ്. ചില സമയത്ത് നമുക്ക് സീവേജിനെ ലിഫ്റ്റ് ചെയ്ത് സീവേജിനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പമ്പ് ചെയ്തിട്ടൊക്കെ ഫ്ലോ ചെയ്യിക്കേണ്ടി വരും. അങ്ങനത്തെ കേസിലൊക്കെ വരികയാണെങ്കിൽ അൺഎക്കണോമിക്കലാണ്. കാരണം മോർ എമൗണ്ട് വെള്ളം സീവേജ് അതിലുണ്ടായിരിക്കും അല്ലെ, സ്റ്റോം വാട്ടറിൻ്റെ പ്രസൻസും കൂടെ ഉള്ളത് കൊണ്ട്. അപ്പം അവിടേക്ക് ഇത് അൺഎക്കണോമിക്കലായിരിക്കും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്റ്റോം വാട്ടർ അൺനെസസറിലി പൊല്യൂട്ടഡ് ആകും അല്ലേ. കാരണം നമുക്ക് ഈ സ്റ്റോം വാട്ടറിനൊക്കെ ഡ്രെയിനേജ് വാട്ടറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് ഈ നാച്ചുറൽ ബോഡീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ ഈ രീതിയിൽ പോകുമ്പോൾ സീവേജുമായിട്ട് മിക്സ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഒരു ആവശ്യമില്ലാതെ എന്താവുകയാണ്, പൊല്യൂട്ടഡ് ആവുകയാണ്. ഇതൊക്കെ കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ പെട്ടതാണ്. നോക്കാം നമുക്ക് പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഇത് കുറച്ചും കൂടി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഓൺലി വൺ സെറ്റ് ഓഫ് സീവേഴ്സ് ലേഡ് അണ്ടർഗ്രൗണ്ട് നമുക്കറിയാം സീവേഴ്സ് എല്ലാം അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഒരു സെറ്റ് ഓഫ് സീവർ മാത്രം എന്ത് ചെയ്യുന്നു, അണ്ടർഗ്രൗണ്ടിലൂടെ ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീനിങ് അതൊരു ടേമിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മീനിങ് അല്ലേ, പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പൈൻഡ് സിസ്റ്റം അല്ല, പാർഷ്യലി ഉള്ള ഒരു കമ്പൈൻഡ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. സം പാർട്ട് ഓഫ് ഡ്രെയിനേജ് വാട്ടർ അഡ്മിറ്റഡ് ടു ദ സ്വീവറിലേക്ക് എല്ലാ ഡ്രെയിനേജ് വാട്ടറും എല്ലാ സ്റ്റോം വാട്ടറും സ്വീവറിലേക്ക് പോകുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് ഒരു സ്റ്റോം വാട്ടറിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്വീവറിലൂടെ പോകുന്നുള്ളൂ. അതെങ്ങനെയാണ് നോക്കൂ. അതായത് സീവേജ് എന്തായാലും സീവറിലൂടെ പാസ് ചെയ്യും. ഓക്കെ, എല്ലാ സീവേജും കാര്യങ്ങളും സീവറിലൂടെ പാസ് ചെയ്യും. അതുപോലെ തന്നെ ഏർലി വാഷിങ്സ് ഓഫ് റെയിൻ, അതായത് റെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമുക്ക് എന്താ അറിയാം, സ്റ്റോം വാട്ടറിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ റൺ ഓഫ് കുറഞ്ഞ് ചെറിയ എമൗണ്ടിൽ നിന്ന് കൂടി വരുന്നൊരു സിസ്റ്റം ആയിരിക്കും അല്ലേ. അപ്പോൾ റെയിനിങ് തുടർന്നുകൊണ്ടേയിരിക്കും, ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് സ്റ്റോം വാട്ടറിൻ്റെ അല്ലെങ്കിൽ റൺ ഓഫിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ അറ്റ് ദ ബിഗിനിങ്ങിൽ എമൗണ്ട് ഓഫ് സ്റ്റോം വാട്ടർ അല്ലെങ്കിൽ റൺ ഓഫ് കുറവായിരിക്കും. അപ്പം ആ ഒരു ഏർലി വരുന്ന വാഷിങ്സ് ഉണ്ടല്ലോ, ആ ഏർലി ഡ്രെയിനേജ് കാര്യങ്ങളും ഈ സീവേജും എന്ത് ചെയ്യുന്നു, സീവറിലൂടെ പോകും. ഓക്കെ, ഇനി സ്റ്റോം വാട്ടറിൻ്റെ ഡ്യൂറേഷൻ കൂടി, ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനൊക്കെ കൂടി അത് എക്സീഡ് ഏതെങ്കിലും ഒരു സെർട്ടൺ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഈ ഓരോ സീവറിനും ഡിഫറെൻറ്റ് ലിമിറ്റ് ആയിരിക്കും. അപ്പം ആ ഒരു സീവറിൻ്റെ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് സ്റ്റോം വാട്ടർ വരുന്നുണ്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്യുന്നതെന്നറിയോ, അപ്പോൾ അതാ വരുന്ന ഓവർ എമൗണ്ട് ഓഫ് സ്റ്റോം വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഓട്ടോമാറ്റിക്കലി മറ്റു ഓപ്പൺ ഡ്രെയിൻസുകൾ, അതായത് ഇങ്ങനത്തെ അണ്ടർഗ്രൗണ്ട് സ്വീവർ അല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്പൺ ഡ്രെയിൻസിലൂടെ കടത്തി വിട്ടിട്ട് അത് നേരെ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ സ്ട്രീംസിലോട്ടും പോകുന്നു. നമ്മളുടെ ഈ സീവേജ് എന്ത് ചെയ്യുന്നു, ഈ സീവറിലൂടെ തന്നെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റിൻ്റെയും കമ്പൈൻഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. എങ്ങനെയാണ് വരുന്നത്, സീവേജ് എന്തായാലും സീവറിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്റ്റോം വാട്ടർ ഫസ്റ്റ് വരുന്ന സ്റ്റോം വാട്ടറൊക്കെ സീവേജിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും സീവറിലൂടെ പോവും. പിന്നെ ഈ വീണ്ടും റെയിനിങ് ഒക്കെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും കൂടിക്കഴിഞ്ഞാൽ ആ ഒരു റൺ ഓഫിൻ്റെ അല്ലെങ്കിൽ സ്റ്റോം വാട്ടറിൻ്റെ എമൗണ്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ വരുന്ന അഡീഷണലായിട്ട് വരുന്ന എമൗണ്ട് ഓഫ് സ്റ്റോം വാട്ടറിനൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പൺ ഡ്രെയിൻസിലൂടെ ഒക്കെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് പോകാൻ അതിൽ സീവേജ് മിക്സ് ആയിട്ടുണ്ടാവില്ല. പകരം എന്ത് ചെയ്യുന്നു, ഈ സീവേജും കുറച്ച് സ്റ്റോം വാട്ടറും കൂടി മിക്സ് ആയത് എന്ത് ചെയ്യുന്നു, നേരെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് സീവറിലൂടെ കളക്ട് ചെയ്ത് പോകും. ഓക്കെ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം, അതായത് സ്റ്റോം വാട്ടറും അതുപോലെ ഡ്രെയിനേജ് വാട്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ സീവേജ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ സ്വീവറിന് കാണിച്ചിട്ടുണ്ടല്ലോ, ആ സീവറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബ്ലൂ കളറിൽ കാണിക്കുന്ന സ്റ്റോം വാട്ടറാണ്, താഴെ ഹാഷ് കളറിൽ കാണുന്നത് അവിടുത്തെ എന്താണ്, സീവേജും ആയിരിക്കും. അപ്പം ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എമൗണ്ട് എക്സീഡ് ചെയ്യുമ്പം അവിടെ ഒരു കൺട്രോൾ ഡിവൈസ് പോലെ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കും. പല രീതിയിലായിരിക്കും അത്. ഓക്കെ, അപ്പം അങ്ങനെ എമൗണ്ട് എക്സീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, ആ ഓവറായിട്ട് വരുന്ന വെള്ളം മാത്രം എന്ത് ചെയ്യും, ഓവർഫ്ലോ ചെയ്യുന്ന സ്റ്റോം വാട്ടർ മാത്രം അതിനെ കടന്ന് നേരെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിലേക്കൊക്കെ കണക്ട് ചെയ്ത് പോകും. അതേസമയത്ത് അവിടെ മറ്റൊരു സ്വീവറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് സീവേജും കുറച്ച് സ്റ്റോം വാട്ടർ മാത്രം എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ടേക്ക് പോകുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിനുമുണ്ട് അഡ്വാൻറ്റേജസ്, ഇതിനുമുണ്ട് ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് എന്നറിയോ, അതിന് റീസണബിൾ സൈസ് മതി. അതായത് സെപ്പറേറ്റ് സിസ്റ്റം ആകുമ്പോൾ വളരെ സ്മോൾ സൈസ് ഓഫ് സ്വീവറായിരുന്നു. കമ്പൈൻഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാർജർ സൈസ് ഓഫ് സ്വീവർ ആയിരിക്കും അല്ലേ. ഇനി
പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെ ഒരു ഇടത്തരം ഒരു റീസണബിൾ സൈസ് ആയിരിക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് കമ്പൈൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബോത്ത് സെപ്പറേറ്റ് ആൻഡ് കമ്പൈൻഡ്. സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെയും കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ അഡ്വാൻറ്റേജസിൻ്റെ ഒരു മൊത്തം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ എന്താണ് സ്റ്റോം വാട്ടർ പെർമിറ്റഡ് ഇൻ സീവേഴ്സ് എലിമിനേറ്റ് ചോക്കിംഗ്. കുറച്ച് സ്റ്റോം വാട്ടർ പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ ചോക്കിംഗ് ഉണ്ടാവില്ല. ഫുള്ളി സെപ്പറേറ്റ് ആയിരുമ്പോൾ എന്താണ് ചോക്കിംഗ് ഉണ്ടായിരുന്നു, തീരെ സ്റ്റോം വാട്ടർ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് സ്റ്റോം വാട്ടർ ഉള്ളതുകൊണ്ട് ചോക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമില്ലാതെ പോകും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഡ്രൈ വെതർ, റെയിനി സീസൺ അല്ലാതെ ഡ്രൈ വെതറിൻ്റെ ടൈം ആകുമ്പോൾ നമുക്കറിയാം അതിലെന്താണ് സ്റ്റോം വാട്ടർ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ തീരെ സ്റ്റോം വാട്ടർ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ലോഡ് ഇൻക്രീസസ് ഓൺ ട്രീറ്റ്മെൻറ്റ് വർക്കിൽ കുറച്ചൊക്കെ സീവേജ് മാത്രമല്ലല്ലോ വരുന്നത്, കുറച്ച് എമൗണ്ട് സ്റ്റോം വാട്ടറും കൂടി ഡൈല്യൂട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് ലോഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദെൻ ഇൻക്രീസസ് കോസ്റ്റ് ഓഫ് പമ്പിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിഫക്റ്റ് ഇതിനുമുണ്ട്, കോസ്റ്റ് ഓഫ് പമ്പിങ് ഒക്കെ കൂടുതൽ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് മാത്രം ഈ മൊഡ്യൂളിലായിട്ട്. അപ്പം സീവേജ് എന്താണ്, സിവറേജ് എന്താണ്, സിസ്റ്റം ഓഫ് സിവറേജ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.